ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. 19 വയസ്സുകാരിയായ ലക്ഷ്മി 1.5 മാസം ഗർഭിണിയാണ്. ആ കുഞ്ഞ് പുറത്തേക്ക് വരാൻ പോലും സമയമില്ലാതെ ലക്ഷ്മി ജനലിൽ തൂങ്ങി മരിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ മരണത്തിനൊക്കെ ഉത്തരവാദി ആരാന്നറിയോ? ലക്ഷ്മിയുടെ ഭർത്താവ് തന്നെയാണ്. സ്നേഹം, ലവ്, പ്രേമവിവാഹമായിരുന്നു ഇവരുടേത്. ഒളിച്ചോട്ടം എന്നൊക്കെ പറയില്ലേ, സ്നേഹിച്ച് അച്ഛനെയും അമ്മനെയൊക്കെ വെറുപ്പിച്ച് പിന്നെ സ്നേഹിച്ചവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പോയവള്, പട്ടുടുത്ത് പോയവൾ തിരിച്ചു വന്നത് വെള്ളയുടുത്താണ്. ആ ഒരു രംഗം കണ്ടപ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം നമ്മളുടെ മക്കളെ ഒരുപാട് പേര്, ഞാൻ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ച് പോയിരുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഇന്റർ കാസ്റ്റ് മാരേജ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ. ചില ആളുകള് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, ചില ആളുകൾ തമ്മിൽ തല്ലി ജീവിക്കുന്നുണ്ട്, ചില ആളുകൾ പോരാടി ജീവിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, ഞാൻ ഇവന്റെ കൂടെ തന്നെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് പോരാടി ജീവിക്കുന്നവരുണ്ട്. പിന്നൊരു കൂട്ടര് സ്നേഹിക്കുമ്പോൾ അവന്റെ നല്ല വശം മാത്രമേ അറിഞ്ഞുള്ളൂ. സ്നേഹിച്ച് കല്യാണം ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അവന്റെ ചീത്ത സ്വഭാവങ്ങളും മനസ്സിലായത്. ഞാൻ പെട്ടുപോയി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ചില ആളുകള് സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? പക്ഷെ ഈ കൂട്ടത്തിലൊന്നും പെടാത്ത ഒരു സൈക്കോയാണ് ഈ ലക്ഷ്മിയുടെ ഭർത്താവ്. അവന്റെ പേര് കിരൺ എന്നാണ് കേട്ടോ. 11 മാസമായി കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസം ഗർഭിണിയുമാണ്. ഈ കുട്ടി ഇത്രത്തോളം വിഷമം സഹിച്ചും കടിച്ചു പിടിച്ചും അവിടെ നിന്നു. വീട്ടുകാരെ പോലും അടുപ്പിക്കില്ല. വീട്ടുകാരെ ഫോൺ കോൾ വന്ന് അവൻ കൊടുക്കില്ല. അതേപോലെ തന്നെ അവള് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. എന്തായാലും അത്യാവശ്യത്തിന് പഠിക്കാനുണ്ടാവും. അതുപോലെ ഭക്ഷണം നേരത്തിന് കൊടുക്കില്ല, പഠിക്കാൻ സമ്മതിക്കില്ല. സെക്ഷലായിട്ടും പിന്നെ എന്താ പറയാ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ കിരൺ ഇവളെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് ഈ ലക്ഷ്മിയുടെ കൂട്ടുകാരികളുടെ അടുത്ത് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ 1-2 പ്രാവശ്യം പറഞ്ഞിരുന്നതായി കൂട്ടുകാരികൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം കൂട്ടുകാരികൾ പറയുന്ന ഏറ്റവും പ്രസക്തമാണ് അവരുടെ ആ ഒരു കൂട്ടുകാരികളുടെ ഈ ഒരു വാക്ക്. അതാദ്യം നമുക്ക് കേൾക്കാം. നമ്മളെല്ലാവരും ലക്ഷ്മിയുടെ സുഹൃത്തുക്കളാണ്. ലക്ഷ്മി ഒരുപാട് നാളായിട്ട് ഈ വീട്ടിലും അവളുടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഉപദ്രവങ്ങൾ നേരിടുന്നതായിട്ട് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്ഷുവലി അവളെ ഹറാസ് ചെയ്യുന്ന കാര്യം നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻലി അവളുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടും അടിക്കുന്നതായിട്ടും നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ പ്രഗ്നന്റ് ആയതിനു ശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും ട്രൈ ചെയ്തു. പിന്നെ അവൾ എക്സാമിന് വരുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചു. പക്ഷെ എന്നാലും പുള്ളി കോളൊന്നും എടുത്തിരുന്നില്ല. അങ്ങനെ പോകുന്നു കിരണിന്റെ ലീലാവിലാസങ്ങൾ. അപ്പോ ഒരുപാട് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്നുള്ള 100% ഉറപ്പ് തന്നെയാണ്. എന്തായാലും സന്തോഷത്തോടെ, ഞാനൊരു അമ്മയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കേണ്ടവൾ എന്തിനു മരണത്തിനെ കൂട്ടുപിടിച്ചു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് ബഹുമാനപ്പെട്ട നിയമപാലകർ തന്നെയാണ്. എന്തായാലും കിരണിനെ കിരണാണ് ഇതിന് ഉത്തരവാദി എന്നാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കുട്ടികൾ പറയുമ്പോഴും കിരണാണെന്നാണല്ലോ മനസ്സിലാവുന്നത്. എന്തായാലും ലക്ഷ്മിയുടെ മരണത്തിന് ഉത്തരവാദി ആര് തന്നെ ആയാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.